أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക്, ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ 58ാമത് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പല രക്ഷിതാക്കളും വിളിക്കാറുണ്ട്, മക്കൾ 1ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റു, 2ലും തോറ്റു, അപ്പോൾ അതുകൊണ്ട് ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് വിട്ടുതരുമോ, കുട്ടികളെ പഠിപ്പിക്കാനാണ്, ഓൺലൈനിലൂടെ ട്യൂഷൻ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ആരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ വേഗം പഠിച്ചോളും എന്നൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ താമസിക്കുന്നതിൻ്റെ പരിസരത്തുള്ള സദർ ഉസ്താദിനെ കണ്ട്, മദ്രസയിലെ സദർ ഉസ്താദിനെ കണ്ട് വിവരം പറഞ്ഞ് ഒരു ദിവസം 1 മണിക്കൂർ നേരം കുട്ടിക്ക് അറബി അക്ഷരങ്ങൾ എഴുത്തും വായനയും പഠിപ്പിക്കാനാണ് ട്യൂഷൻ കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടിക്ക് ശ്രദ്ധയില്ലാത്ത കുട്ടീനെ ഓൺലൈനിലൂടെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. ആ കുട്ടീനെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇരുത്തി നമ്മൾ പഠിപ്പിക്കണം. മാത്രമല്ല ഒരു വിഷയവും പഠിപ്പിക്കരുത്, എഴുത്തും വായനയും മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ആദ്യം അറബി എഴുത്തും വായനയും ശരിയാക്കണം, അതിനുശേഷം അറബി മലയാളം എഴുത്തും വായനയും ശരിയാക്കണം. രണ്ടും ഒരുമിച്ച് ശരിയാക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ കുട്ടിക്ക് ട്യൂഷൻ എടുത്തു കൊടുത്താൽ നിങ്ങളുടെ മക്കൾ ശരിയാവും. ആ ട്യൂഷൻ എടുത്തു കൊടുക്കുമ്പോൾ അതിന് മാന്യമായ രീതിയിലുള്ള ഒരു ഹദിയയും എടുക്കുന്ന ആൾക്ക് കൊടുക്കണം, എന്നാൽ തന്നെ അവർ വരുള്ളൂ. ഇപ്പം ആളെ കിട്ടാനില്ല, ട്യൂഷൻ എടുക്കാൻ ആളെ കിട്ടാനില്ല മദ്രസയിൽ, സ്വാഭാവികമാണ്. കാരണം ട്യൂഷൻ എടുക്കും, എന്നിട്ട് ഒരു 30 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ട്യൂഷൻ വന്നാൽ കൊടുക്കുന്ന ഹദിയ വളരെ കുറവായിരിക്കും. അപ്പം പിന്നെ അവർ വരും ചെയ്യില്ല. നമ്മളെ മക്കൾക്ക് ഉപകാരം ഉണ്ടാവണം, ആ വന്നു പോകുന്ന ഉസ്താദിനും എന്ത് ചെയ്യണം, ഉപകാരം ഉണ്ടാവണം. ആ രീതിയിൽ നമ്മളൊരു 3-4 മാസം അതിനു വേണ്ടി പരിശ്രമിച്ചാൽ കുട്ടിയുടെ ഭാവി രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ട്യൂഷൻ അന്വേഷിച്ചിട്ട് ആരും കിട്ടിയില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആരും കിട്ടണില്ലെങ്കിൽ മാത്രം ലാസ്റ്റ് ഓപ്ഷനായി MS വോയിസിൽ വീഡിയോ കണ്ടാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതേ സ്ഥാനത്ത് ഒരു തുടക്കക്കാരനായ ഒരു വിദ്യാർത്ഥി, അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളൊരു വിദ്യാർത്ഥി, അതല്ലെങ്കിൽ ഒരു രക്ഷിതാവ്, പ്രായം ചെന്നവരാവട്ടെ പ്രായം കുറഞ്ഞവരാവട്ടെ, പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ള ആളുകൾക്ക് MS വോയിസ് എന്ന വീഡിയോ വളരെയധികം ഉപകാരപ്പെടും.
കാരണം അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സ്വന്തമായി അധ്വാനിച്ച് പഠിച്ചോളും. ഈ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പഠിച്ചിട്ട് മൈൻഡിൽ നിൽക്കില്ല, മനസ്സിൽ നിൽക്കില്ല, മറന്നുപോവാണ്. പഠിക്കണമെന്ന് ആഗ്രഹം കുട്ടിക്ക് ഉണ്ടാവില്ല, കളിക്കണം പിടിക്കണം അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവുക. ആയതുകൊണ്ട് മനസ്സിൻ്റെ ആ നിയ്യത്ത്, ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് പഠനം വിജയിക്കാൻ. അപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് ഇതിനെ കൊണ്ട് പറ്റും, ഞാനിത് പഠിച്ചെടുക്കും, അറബി എഴുത്തും വായനയും പഠിച്ചു, ഖുർആൻ ഓതി ഞാൻ ഖത്തമ് തീർക്കും, അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങി നോക്കിയാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് കഴിയും. എന്നാൽ പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ട്യൂഷനാണ്, വലുതാവട്ടെ ചെറുതാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മളെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ അറബി എഴുത്തും വായനയും, അതിൻ്റെ അറബി എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല. കാരണം ഇത് അറബി എഴുത്തും വായനയും അറിയുന്നവർക്ക് ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ പിന്നെ എന്താ കാട്ടുക, അറബി ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് 10-40 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളുണ്ട്. ആ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ അറബി എഴുതാനും വായിക്കാനും പഠിക്കുക. അതിനുശേഷം ഖുർആൻ എഴുത്തും വായനയും പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബലദാണ്. അമ്മ യതസാഅലൂൻ മുതലുള്ള 30ാമത് ജുസ്, അമ്മ യതസാഅലൂൻ മുതൽ, അതിൻ്റെ മുമ്പ് ഫാത്തിഹയും, പിന്നെ അമ്മ യതസാഅലൂൻ മുതലുള്ള സൂറത്തുൻ നബ മുതൽ നാം ഇങ്ങോട്ട് ബോർഡും എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയവർക്കും വലിയവർക്കും ഇന്നും നാളെയും എന്നും ഉപകാരപ്പെടുന്ന ജുസ് ആണ് അമ്മ യതസാഅലൂൻ എന്ന് പറയുന്ന 30ാമത്തെ ജുസ്. അത് ബോർഡും എഴുതിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അറബി എഴുത്തും വായനയും പഠിച്ച ആളുകൾക്ക് ഒന്നും കൂടി ഖുർആൻ പാരായണം ഉഷാറാക്കാൻ വേണ്ടി, ഖുർആൻ പാരായണം തുടങ്ങാൻ വേണ്ടി ആണ് നമ്മൾ ഈ അമ്മ യതസാഅലൂൻ മുതൽ ബോർഡുമേൽ എഴുതി പഠിപ്പിച്ചു തുടങ്ങിയത്. അൽഹംദുലില്ലാ അതിലെ 90ാമത്തെ സൂറത്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഖുർആനിലെ 90ാമത്തെ സൂറത്ത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബലദിൽ 10 ആയത്തുകൾ നമ്മൾ പഠിച്ചു അല്ലേ? വഹദൈനാഹുൻ നജ്ദൈൻ വരെ പഠിച്ചു. ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ബോർഡും എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടാ. ഇതേതാ അക്ഷരം? ഈ അക്ഷരം അറിയാത്തൊരു ഇപ്പോൾ ഇതിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഈ അക്ഷരം അറിയണമെങ്കിൽ എന്തുവേണം? അറബി അക്ഷരങ്ങൾ എഴുതാനും വായിക്കാൻ അറിയണം. അതിൻ്റെ ക്ലാസ് വേറെ ഉണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കി അത് പഠിക്കുക. അതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് എന്താ വായിക്കുക? ഫ അല്ലേ? ഇപ്പോഴോ ഇപ്പം എന്താ വായിക്കുക? വായിച്ചോളിട്ടാ. എന്താ വായിക്കുക? ഫലാക്ക് തഹമ അല്ലേ? നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ നീട്ടാൻ പറ്റൂല. അപ്പം എങ്ങനെ ഓതണം? ഫലക്ക് തഹമ. എങ്ങനെ ഓതുക? ഫലക്ക് തഹമ. ഇപ്പോഴോ വായിച്ചു നോക്കട്ടാ, കിട്ടുന്നുണ്ടോ? എന്താ വായിക്കുക? ഫലക്ക് തഹമൽ അഖബത, ഫലഖ്തഹമൽ അഖബത. ഇവിടെ ആയത്ത് അവസാനിക്കാണ്. അപ്പം നമ്മൾ എങ്ങനെ ഓതുക? ഫലഖ്തഹമൽ അഖബ, ഫലഖ്തഹമൽ അഖബ. അടുത്ത ആയത്ത് വായിച്ചോളി. എന്താ വായിക്കുക? വായിക്കിട്ടാ. എന്താ വായിക്കുക? വമാ അത് അല്ലേ? വമാ അത്. ഇപ്പം എന്താ? അദ്റ. എന്താ വായിക്കുക? വമാ അദ്റക. ഇതിനൊന്നും ഇട്ടിട്ടില്ല അല്ലേ? ഈ അതിന് പുള്ളിയും ഇല്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അലിഫ് അങ്ങോട്ട് ഇടുക. അപ്പം എന്തായി? വമാ അദ്റാക. എന്താ വായിക്കുക? വമാ അദ്റാക. വായിച്ചോളി. മാ. എന്തായി? മാൽ പോയി മൽ. അഖബ. എന്താ വായിക്കുക? വമാ അദ്റാക മൽ അഖബ. അഖബത്തു എന്നാണ് ഉള്ളത് ഖുർആനിൽ. നമ്മളവിടെ നിർത്തുമ്പോൾ അഖബ എന്ന് പറഞ്ഞ് നിർത്തും. ഇവിടെ മദ്ദക്ഷരമുണ്ട്. മീമിന് ഫത്തഹിന് ശേഷം അലിഫ് മദ്ദക്ഷരം വന്നതിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ നീട്ടണം. മദ് മുൻഫസിലാണ്. വമാ അദ്റാക മൽ അഖബ, വമാ അദ്റാക മൽ അഖബ. അടുത്ത് നോക്കി.
വായിച്ചോളി. എന്താ വായിക്കുക? ഇതും കൂടി കൂട്ടി വായിക്കി. ഫക്കു റഖബത്തിൻ. ആയത്ത് അവസാനിക്കാണ്. അപ്പൊ എങ്ങനെ എഴുതുക? ഫക്കു റഖബ, ഫക്കു റഖബ. അടുത്ത ആയത്ത് എന്താ വായിക്കുക? വായിച്ചോളി. എന്താ വായിക്കുക? ഔ ഇത്ആ, ഔ ഇത്ആ, ഇത്ആമുന്ന് ഔ ഇത്ആമുൻ. ഇതെന്താ വായിക്കുക? ഔ ഇത്ആമുൻ. ഇതന്നെ മുസാഫിൽ വേറെ രീതിയിൽ എഴുതിക്കണേ. എങ്ങനെയാണ്? ഹംസ ഇട്ട് ത്വാ ഇട്ട് ഇത്ത് ഐനിട്ട് മീം ഇങ്ങനെ ഇട്ട, എന്നിട്ട് ഇവിടെ കുഞ്ഞലിഫ് ഇട്ടുക. എന്താ വായിക്കുക? ഔ ഇത്ആമുൻ. ഇങ്ങനെ എഴുതിക്കണം ഖുർആനിലുള്ള കേട്ടാ. ഔ ഇത്ആമുൻ, ഔ ഇത്ആമുൻ. ഇവിടെ ഫത്തഹ് ഉണ്ട്, കുഞ്ഞലിഫും ഉണ്ട്. അപ്പൊ എന്താ വായിക്കുക? ഔ ഇത്ആമുൻ. ഇനി നോക്കൂ, ഇതെന്താ വായിക്കുക? വായിച്ചോളി, വായിച്ചു നോക്കിട്ടാ. കിട്ടുണ്ടാ? ഫീ യൗമിൻ. ഇതെന്താ വായിക്കുക? യാട്ടു ഫീ യൗമിൻ ദീ. അടുത്തത് മീന് സീന് ഗൈന് ബാ താ. എന്താ വായിക്കുക? കസ്ർ തൻവീന. മസ്ഗബത്തിൻ. എന്താ വായിക്കുക? മസ്ഗബത്തിൻ, മസ്ഗബത്തിൻ. ഇവിടെ നോക്കൂ, ഔ ഇത്ആമുൻ. ഇവിടെ ഒരു ഔ എഴുതാ, മറ്റേ നമുക്ക് മായച്ചു കളയാം. വായിച്ചോളി. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. ആയത്ത് അവസാനിച്ചു. ഔ ഇത്ആമുൻ ലൊമ്മതിന് ശേഷം ഫാ വന്നു, ഇഖ്ഫാണ് നിയമം. ഫീ യൗമിൻ കസ്ർ തൻവീന ശേഷം ദാൽ വന്നു, ഇഖ്ഫാണ് നിയമം. അപ്പൊ എങ്ങനെ ഇവിടെ ഓതാ? ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. ഓത്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. ശരിയായില്ലേ? അടുത്ത ഞാൻ പറയാ, എങ്ങനെ എഴുതാന്ന് ആലോചിച്ചു. യതീമൻ, യതീമൻ. എങ്ങനെ എഴുതാ? യതീമൻ, യതീമൻ. ഓക്കെ. ذا مقربة، ذا مقربة، ذا مقربة. يتيما ذا مقربة، مقربة. يتيما ذا مقربة. ശരിയായോ? ഇനി അടുത്തത് ഔ മിസ്കീനൻ ദാ മത്റബ. എങ്ങനെ ഇതാ? ഔ മിസ്കീനൻ, മിസ്കീനൻ. കാഫിന് കാലിട. ഔ മിസ്കീനൻ. എന്താ വയ്ക്കുക? ഔ മിസ്കീനൻ ദാ മത്റബ. ദാ കണ്ട? മത്റബ, മീം താ ഇറ. ദാ മത്റബ. ഇങ്ങനെയാണ് കേട്ടാ. മത്റബത്തിൻ എന്നുള്ളത് ആയത്ത് അവസാനിക്കും മത്റബ എന്ന് പറഞ്ഞ് നിർത്തണം. ഔ മിസ്കീനൻ ദാ മത്റബ, ഔ മിസ്കീനൻ ദാ മത്റബ. അടുത്തത് നോക്കിയോളി. സുമ്മ. എങ്ങനെ ഇതാ? എന്താ വയ്ക്കുക? സുമ്മ. അടുത്തത് കാന മിനല്ലദീന. കാന എത്ര അക്ഷരമുണ്ട്? കാഫ് ഇങ്ങനെ ഇട്ട് അലിഫ് ഇങ്ങനെ ഇട്ട് കാന. മിന, മിനല്ല, മിനല്ലദീന. സുമ്മ
كان من الذين آمنوا ദൈ ثم كان من الذين آمنوا എന്നായി. ഇനി വതവാസൗ എങ്ങനെ ഇതാ വതവാസൗ കണ്ട വതവാസൗ ബിസ്സബറുടെ അലിഫുണ്ട്, ബി ഒരു ലാമുണ്ട്, സ്വാദുണ്ട്, ബ ഉണ്ട്, റാ ഉണ്ട്. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിസ്സബ്രി. ഇനി വീണ്ടും ഇവിടെ എന്താണ്? വതവാസൗ ബിസ്സബ്രി. അടുത്തത് വതവാസൗ ബിൽ മർഹമ വതവാസൗ ബിൽ മർഹമ. ഇപ്പം എന്തായി? വതവാസൗ ഇവിടെ ഒരു അലിഫുണ്ട് കേട്ടാ. ബിൽ മർഹമത്തി എന്നുള്ളത് വലിയൊരായത്ത, അത് ആയത്ത അവസാനിച്ചു. ബിൽ മർഹമ അങ്ങനെ അവർ നിൽക്കണം. ഒന്ന് ഓതിക്കാണി. സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. ബാന് കസ്ർ അടിയിലാണ് കേട്ടാ. ബിൽ മർഹമ ഉലൈക അസ്ഹാബുൽ മൈമന. രണ്ടായത്ത് കൊണ്ട് എടുക്കാണ്ട് സ്ഥലം ഉണ്ടാവുമോ? ഇത്ര മതിയോ? അല്ലെങ്കിൽ അടുത്ത സൂറത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു രണ്ടായത്ത് കൊണ്ട് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഇത് എടുത്ത് അവസാനിപ്പിക്കാം. ഉലായിക്ക എങ്ങനെ എഴുതാ? ഊലായിക്ക എന്നാ എഴുതേണ്ടത് കേട്ടാ. ഉലായിക്ക എന്നാ വായിക്ക. കണ്ട ഇപ്പം എന്താ വായിക്കുക? ഊന്നാണ്. ഇങ്ങനെ എഴുതാ ഉല. ഇപ്പം എന്തായി? ഊലാന്ന് വായിക്കൂല, ഉലാ എന്താ വായിക്കുക? ഉലാ. ഹംസ അടിയിലിട്ട് കസറിടും, എന്നിട്ട് കാഫ് ഇങ്ങനെ എഴുതും. എന്താ വായിക്കുക? ഉലൈക അസ്ഹാബുൽ മൈമനതി അസ്ഹാബുൽ മൈമന. ഇങ്ങനെ ഇതാ കുഞ്ഞലിഫിട്ടാന്ന് കിട്ടണം കേട്ടാ. അസ്ഹാബു എന്താ വായിക്കുക? അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ മൈമന. മൈമനത്തി എന്നുള്ളത് ആയത്ത് അവസാനിച്ചു. മൈമന. ഉലൈക അസ്ഹാബുൽ മൈമന. അടുത്തത് വല്ലദീന കഫറു. വല്ലദീന ഇവിടെ അല്ലദീന കുറെ വന്നിട്ടുണ്ട് അല്ലേ? വല്ലദീന, അത് അല്ലദീന ഇവിടെ വന്നിട്ടുണ്ട്. അതിനവിടെ വായിട്ട് കൊടുത്താൽ മതി. വല്ലദീന കഫറു ബി ആയാത്തിന. അപ്പൊ വല്ലദീന വാ അലിഫ് ലാം ദാല് അല്ലേ? വല്ലദീന കഫറു കഫറു ഒരു വാവ് ഒരു അലിഫ്. വല്ലദീന കഫറു ബി ആയാത്തിനാഹും ബി ആ ബി ആ ഇനൊരു യാതിനെ കുഞ്ഞലിഫിട്ടാണ് കിട്ടട്ടെ. ബി ആയാത്തി നാ ബി ആയാത്തിനാഹും. എന്തായി? വല്ലദീന കഫറു. ഇവിടെ ഇത് പുള്ളിയാണ് കേട്ടാ. വല്ലദീന കഫറു ബി ആയാത്തിനാഹും അസ്ഹാബുൽ മശ്അമ അസ്ഹാബുൽ മശ്അമ. ഇങ്ങനെ എഴുതാ അസ്ഹാബ്. ഇവിടെ അസ്ഹാബ് എഴുതിണ്ട്. സ്വാദ് ഇങ്ങനെ എഴുതി, ഹാ ഇങ്ങനെ ഇട്ടു, ഹാ കുഞ്ഞലിഫിട്ട് നീട്ടി അസ്ഹാബു അല്ലേ? അസ്ഹാബുൽ മശ്അമ. മീമ് ഷീന് ഒരു പാത്രത്തിൽ ഹംസ്. അസ്ഹാബുൽ മശ്അമ.
മശ്അമത്തിന്നാണ് ഇപ്പൊ മശ്അമ എന്നായി. വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ. അടുത്തത് അലൈഹിം നാറും മുസ്വദ. ആയത് കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞു. അലൈഹിം നാറുൻ. അലൈഹിം എങ്ങനെ ഇതാ? ഐന് ലാമ് യാ ഹാ മീമ്. അലൈഹിം നാറുൻ. അലൈഹിം നാറുൻ മുസ്വദ. മുഅ്സദത്തുൻ. മുഅ്സദത്തുൻ മീമ് വാവിന്റെ മേലെ ഹംസ്. മുഅ്സദ് ദാല്. മുഅ്സദത്തുൻ. ആയത് അവസാനിച്ചു. അപ്പൊ എങ്ങനെ നിർത്താം? മുഅ്സദ. ഇവിടെ അലൈഹിം നാറുൻ എന്നതിനുള്ളത് എന്താണ്? ലൊമ്മുതൻമീനാണ്. ലൊമ്മുതൻമീന് ശേഷം മീമ് വരുമ്പോ ഇതാമ്പുന്ന ബിഉന്നയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ശദ്ദ് വരും. അലൈഹിം നാറും മുസ്വദ. ശരിയായോ? ഇനി നമുക്കൊന്ന് ഓതി നോക്കാം. ബോർഡ് നോക്കേ. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة ഉലൈക. ഇവിടെ മദ് മുത്തസിലുണ്ട് കേട്ടാ. ഇവിടെ ലാമിനെ നീട്ടാൻ കുഞ്ഞലിഫ് ഉണ്ട്, അതിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ മദ് കാണാം, ഇവിടെ നീട്ടണം. ഉലൈക അസ്ഹാബുൽ മൈമന വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ അലൈഹിം നാറും മുസ്വദ സദഖല്ലാഹു മൗലാനൽ അലീം. ഇനി ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഓത്ത് കേട്ട് എല്ലാവരും തെറ്റുകൂടാതെ എന്ത് ചെയ്യണം? പലവട്ടം ഓതി പഠിക്കണം. ഇത് എഴുതി പഠിക്കണം. ഖുറാൻ എഴുതുന്ന ഓതാൻ ഇത് പഠിക്കാൻ എഴുതി പഠിക്കാതിരിക്കുന്നവർ ഒന്നുണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഖുർആൻ എഴുതുന്ന ആ ബുക്ക് അവിടെ ഇവിടെ കൊണ്ടിടരുത്, ബഹുമാനത്തോടു കൂടി കാണണം. പരമാവധി അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നോടുകൂടി അതെടുക്കൽ സുന്നത്താണ്. വേറെ ഒന്നും എഴുതിയിട്ടില്ല, ഖുർആൻ മാത്രമേ എഴുതി പഠിച്ചിട്ടുള്ളൂ എങ്കിൽ അതെടുക്കാനും തൊടാനും കൊതു വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ അറബി എഴുതി വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓരോ ക്ലാസ്സും ഹെഡിങ് ചെയ്ത് 59ാമത്തെ ക്ലാസ്സാണ്. ഓരോ ക്ലാസ്സും ഹെഡിങ് ചെയ്ത് ഓരോ പേജിൽ ശരിക്കും എഴുതി വായിച്ച് പഠിച്ച് ലെവലാക്കി എടുക്കുക. ഇതൊരു റെഫറൻസ് ബുക്കായി നിങ്ങൾ ഉപയോഗിക്കുക. അറബി എഴുത്തും വായനയും പഠിച്ചത്, അതുപോലെ തന്നെ ഖുർആൻ എഴുതി പഠിച്ചത് റെഫറൻസ് ബുക്കായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങളൊക്കെ പഠിച്ച് സംഭവം നല്ല ഉഷാറായിട്ട് ഖിറാഅത്ത് ഓത്തൊക്കെ പഠിച്ചു, ക്ലിയറായി. അപ്പം ഇനി ബുക്ക് എന്ത് ചെയ്യും? ഫുള്ള് ഖുർആൻ അതിൽ എഴുതിക്കണേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെന്ത് ചെയ്യണം? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, അറബി എഴുത്തും വായനയും പഠിക്കുന്നവർ നല്ല കട്ടിയുള്ള ബുക്ക് വാങ്ങണം. അപ്പോൾ അറബി എഴുത്തും വായനയും പഠിച്ച് ഇനി നമുക്ക് അതിൽ ഖുർആൻ എഴുതി പഠിക്കാനുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ അറബി എഴുത്തും വായനയും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഖുർആനേക്കാളും കൂടുതൽ അറബി എഴുത്തും വായനയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് തൊടാൻ ഒന്നും നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. മനസ്സിലായ? ഇപ്പം നമ്മൾ ഖുർആൻ മാത്രം പഠിക്കാൻ ഒരു നോട്ട് ബുക്ക് എടുത്തവർ ഖുർആനാണ് അതിൽ കൂടുതലുള്ളതെങ്കിൽ അതിന് തൊടാനൊന്നു വേണം. വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ മാത്രമാണ് കൂടുതൽ എന്ന് നോക്കണം. വേറെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ എന്തായാലും ഖുർആനല്ലേ ഉള്ളൂ. 100 ഏടുണ്ട്, അതിലൊരു പേജിൽ എഴുതിയിട്ടുള്ളൂ എങ്കിൽ അത് തൊടാവുള്ളൂ വേണം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊക്കെ നിങ്ങൾ പഠിച്ച് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക? അത് ഒരു ചട്ടിയിലോ ഒരു പാത്രത്തിലോ ഒക്കെ ഇട്ടിട്ട് അതിനെ കത്തിക്കുക. എന്നിട്ട് കത്തിച്ചിട്ട് ഒരു കുഴി കുത്തി അതിലേക്ക് എന്ത് ചെയ്യുക? ആ ചാരിട്ടിട്ട് മൂടുക. മനസ്സിലായിണ്ടാവും. അതെല്ലാം നല്ലൊരു സ്ഥലത്ത് കുഴി കുത്തിയിട്ട് അതിലിട്ടിട്ട് കത്തിച്ച് എന്ത് ചെയ്യുക? ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അതിൻ്റെ ഇതൊന്ന് ചാരൊന്ന് പാറിപ്പോവാതെ മൂടി കൊടുക്കുക. വെള്ളം ഒഴിച്ച് കലക്കണമെന്നൊന്നുമില്ല, കത്തിച്ചിട്ട് ചാരിട്ടിട്ട് മൂടിയാൽ മതി. സംഗതി കടലാസ് എത്തുമ്പോൾ പാറിപ്പോവും.
അതുകൊണ്ടാണ് കലക്കി വിടാനൊക്കെ പറഞ്ഞത്. അപ്പം എന്താവും, അവിടെ കിടന്നോളും. അപ്പം അങ്ങനെ, അതല്ലെങ്കിൽ വെള്ളത്തിൽ എന്ത് ചെയ്യാം, കിണറ്റിൽ കലക്കി ഒഴിക്കാം. അതിന് വെള്ളത്തിൽ കലക്കി ഒഴുകുന്ന പുഴയിൽ അല്ലെങ്കിൽ കടലിൽ ഒക്കെ എന്ത് ചെയ്യാം, ഒഴുക്കി വിടാം. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നല്ല നിലയിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് എഴുതാനും വായിക്കാനും ഓതാനും ഖത്മ് തീർക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളെ സൂറത്തുൽ ബലദിൻ്റെ 11 മുതൽ അവസാനം വരെയുള്ള ഭാഗം ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ട് നന്നായി നല്ല ശൈലിയിൽ ഓതാൻ വേണ്ടി എല്ലാവരും പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഒത്ത് കേട്ടോളി കേട്ടോ. ഓക്കെ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 3 സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ പഠിക്കാനും ഖത്മ് തീർക്കാനും ഒക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധമായ ഖുർആനുമായി ശൂലായിക്കൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതി അങ്ങനെ ഖുർആനുമായി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രീതിയിൽ റബ്ബേ, ആ രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മരണപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആരാരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾ പഠിച്ച ഖുർആൻ ഞങ്ങൾക്ക് ശഫാഅത്തിനായി നീ എത്തിക്കണേ റഹ്മാനെ. നാളെ മഹ്ശറാ വൻസബീലും അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് നീ ശഫാഅത്താക്കി നൽകണേ അല്ലാ. റബ്ബേ, അറബി അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നവരുണ്ട്, ഖുർആൻ എഴുതി പഠിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം നിന്റെ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതുക, അതുപോലെ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഖത്മ് തീർക്കുക. ഇതൊക്കെ ലക്ഷ്യമാണ് റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ മറന്നു പോകുന്ന മക്കളെ കൊണ്ട് ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇൽമ്, അഖില്, അദബൊക്കെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു നിന്റെ മഹനുഫൽ കൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ദുആ വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും മുറാദുകളെ ഹസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം
സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഒതുക്കുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ പല സന്ദർഭങ്ങളിലും ഹദിയകൾ അയച്ചു തന്നവരുണ്ട്, ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരെയും നീ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഉദ്ദേശങ്ങൾ നിറവേറ്റി പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ മശക്കത്തുകളിൽ നിന്ന് കരകയറ്റി അള്ളാഹു നീ ഖൈറിലും റാഹത്തിലും ആക്കണേ അല്ലാ. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹത്തിനൊക്കെ വളരെ ദൂരത്ത് നിന്ന് വന്ന് പങ്കെടുത്തവരുണ്ട്, എല്ലാ നിലക്കും സഹകരിച്ചവരുണ്ട്. അള്ളാഹുവെ ദുആ ചെയ്തവരുണ്ട്, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ കുടുംബജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. അള്ളാഹുവെ നിന്റെ മഹൽ ഫദ്ല് കൊണ്ട് അല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാ. അള്ളാഹു നിന്റെ പരീക്ഷണമായ ചൂട് റബ്ബെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. മഴയില്ലാതെ വെള്ളമില്ലാതെ ഞങ്ങളെ കിണറുകൾ ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു അല്ലാ. അള്ളാഹുവെ പലവരും കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു അല്ലാ. നീ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا ولا تجعلنا من القانتين. റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളൊക്കെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ ക്ലാസ് കൊണ്ട് റബ്ബെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം നൽകണേ അല്ലാ. റബ്ബെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഉമ്മമാരും ഉപ്പമാർക്ക് അവർക്കും നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. آمين. تقبل الله إن شاء الله. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു നമ്മെ ഏവരെയും ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.